ഒരു ഷോപ്പിംഗ് മോളിൽ ഒരു കുക്കറി ഷോയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷെഫ് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയലോഗ്സ് ഒക്കെ പറയണം. പറഞ്ഞു തുടങ്ങുന്ന ഉടനെ ഡയറക്ടർ കട്ട് പറയും. സ്ക്രിപ്റ്റിലുള്ള കൂട്ട് അതേ ഡയലോഗ് ഒന്നും പറയണ്ട, ഇയാളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് സ്വാഭാവികമായിട്ട് വേണം ഡയലോഗ്സ് പറയാനെന്ന് പറയും. പേഴ്സണലി എന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് അനുസരിച്ച് പോവുക എന്നുള്ളതാണെന്ന് ഷെഫ് പറയും. ഷെഫിന്റെ പേര് ജംഗ്സൺ എന്നാണ്. ഇതാണ് നമ്മുടെ നായകൻ. അയാളോട് ഡയറക്ടർ തർക്കിക്കും. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം അവിടേക്ക് ഒരു പെൺകുട്ടി വരും. ആ പെൺകുട്ടിയുടെ പേര് യുൻസൂ എന്നാണ്. യുൻസൂൺ ആണ് ഈ ഷോയുടെ റൈറ്റർ. എന്റെ സ്ക്രിപ്റ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. എന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടെന്ന് അവൾ ഡയറക്ടറുടെ അടുത്ത് പറയും. ഞാൻ അതില് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വ്യൂവർഷിപ്പ് കൂടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതിന് ഇയാളുടെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിത് കുറെ കാലമായിട്ട് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ ഡയറക്ടർ പറയുന്നുണ്ടേ. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് റൂമേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും കൈകടത്തുമെന്നും എഡിറ്റ് നടത്തുമെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഷോയ്ക്ക് റൈറ്ററായിട്ട് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഷോയ്ക്ക് റൈറ്റർ ആകാൻ സമ്മതിച്ചതാണ്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? എന്തുകൊണ്ട് എന്നോട് ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോഴത്തേക്കും അടുത്ത പാട്ടിനുള്ള ഡയലോഗ്സ് ഒക്കെ എഴുതി കഴിഞ്ഞോ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ എന്റെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് എഴുതുന്നതെന്ന് ഇവള് തിരിച്ചും ചോദിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ബഹളമാവും. ആരെങ്കിലും ഇയാളെ ന്യായീകരിക്കുന്ന ഒരാളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് ഇയാൾ പറയും. അവിടെയുള്ള സ്റ്റാഫ് ആരും അനങ്ങത്തില്ല. ഇവക്കത് നാണക്കേടായിട്ട് തോന്നും. ഒറ്റ ഒരാൾ പോലും അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല. ആരും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവള് തിരിഞ്ഞു നടക്കാനായിട്ട് തുടങ്ങുന്നുണ്ടേ ഷെഫ് അവിടേക്ക് വരും. ആ കുട്ടി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇയാൾ എന്റെ ക്രൂവിൽ ഉൾപ്പെടുന്ന ആളല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രൂവിന്റെ ഭാഗമാണെന്ന് ജംഗ്സൺ മറുപടി കൊടുക്കും. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവള് തിരിഞ്ഞു നോക്കും. യുൻസൂൺ ജംഗ്സണിനെ കാണും. വോയിസ് ഓവറിൽ യുൻസൂൺ പറയുന്നത്, ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടി, പക്ഷെ അത് ഏറ്റവും ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസരത്തിലായിപ്പോയി. ഒരിക്കൽ പോലും ഞാൻ അവനെ മറന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു മിന്നായം പോലെയെങ്കിലും അവനെ കാണണമെന്ന് ഞാൻ ഡെസ്പറേറ്റ് ആയിട്ട് എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു. എന്റെ 20കളുടെ അവസാനം എന്റെ ജീവിതത്തിൽ നിന്ന് അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ കണ്ട ഷോക്കിൽ അവള് തിരിഞ്ഞവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. അവൻ പുറകെ ചെല്ലും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. യുൻസൂൺ ഒരു ഡ്രാമ റൈറ്ററുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അവർക്ക് ഫ്രണ്ടായ ഹോങ്ങയുടെ കോള് വരും. ഒരു റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ഇപ്പൊ സമയമില്ല, ടീംമേറ്റ്സിന് വേണ്ടിയിട്ട് കോഫി വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയാണെന്ന് അവള് പറയും. നീ എന്തിനാണ് ആ ജോലിയൊക്കെ ചെയ്യുന്നത്? നീ അവിടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തത് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ വക ജോലികൾ ചെയ്യാനല്ല എന്ന് ഹോങ് അവളുടെ അടുത്ത് പറയുമ്പോൾ അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല. എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ടേ ഒരാളെ പരിചയപ്പെടുത്തി തരാനാണ് ഇവിടുത്തെ ഷെഫിനെ എന്ന് പറയും. എന്താ ഇപ്പൊ അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം എന്ന് വിളി ചോദിക്കുന്നുണ്ടേ. നിങ്ങൾക്ക് പരസ്പരം പരിചയമുണ്ട്, ഓൺലൈനിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്, നീ പറഞ്ഞ ആളെ നിനക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു നിക് നെയിം പറയും. അന്നേരമാണ് യുൻസൂണിന് ഓർമ്മ വരുന്നത്. ഇയാള് എന്തെഴുതിയാലും എല്ലാ സെന്റൻസിലും അറ്റ്ലീസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എങ്കിലും കാണും. അങ്ങനെയാണ് അയാളെ യുൻസൂൺ നോട്ട് ചെയ്യുന്നത്. എനിക്കറിയാം പരിചയപ്പെടാൻ താല്പര്യമില്ല എന്ന് അന്നേരം തന്നെ യുൻസൂൺ പറയും. നമ്മുടെ റണ്ണിംഗ് ക്ലബിന്റെ പ്രോഗ്രാം ഇന്ന് രാത്രിയിലുണ്ട്, അത് മറന്നു പോരുത്, അവിടെ മീറ്റ് ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇവള് കോള് കട്ട് ചെയ്യുന്നത്. അന്നേരത്തേക്ക് ഇവള് പറഞ്ഞ ഷെഫ് അവിടേക്ക് വരും. അത് ജംഗ്സൺ ആണ്. അവധി ദിവസം എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്ന് എനിക്ക് തിരക്ക് കൂടുതലാണ്, എന്താ വന്ന കാര്യം ചോദിക്കും. ഈ 21ാം നൂറ്റാണ്ടിലും സെൽഫോൺ ഇല്ലാതെ ജീവിക്കുന്ന ഏക വ്യക്തി ഇയാളായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് വന്ന് കാണേണ്ടി വന്നത്. റണ്ണിംഗ് ക്ലബിന്റെ പ്രോഗ്രാമിന് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് ഇവള് പറയും. പക്ഷെ അവൻ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. ഞാൻ റണ്ണിംഗ് ക്ലബിൽ ജോയിൻ ചെയ്തത് എന്റെ ഹെൽത്ത് നോക്കാനാണ്, അല്ലാതെ സോഷ്യലൈസ് ചെയ്യാനല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. ഇവൻ തിരിച്ച് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ സീനിയർ ഷെഫിനെ വഴക്ക് പറയും. ഇയാൾ പുറത്തൊക്കെ പഠിച്ചോട്ട് വന്നത് കൊണ്ടാണോ അതോ അസിസ്റ്റന്റ് ആയിട്ടൊന്നും നിൽക്കാത്തതിന്റെ അഹങ്കാരമാണോ? ഞാൻ പറഞ്ഞാൽ ഇയാൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? എന്തിനാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി പോയതെന്ന് ചോദിക്കും. വല്ല പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാനൊരു ഡിഷ് കൊണ്ട് കൊടുക്കാനായിട്ട് പോയതാണ്, ബാക്കി ഞാൻ ഇവിടെ ചെയ്യാൻ വന്നതാണ്. ഷെഫിന് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം തോന്നാനുള്ള കാരണം എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം എന്ന് പറയും. ബാക്കി അവിടെ കിച്ചണിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും. ഷെഫ് എല്ലാവരോടും ആ രീതിക്കാണ് സംസാരിക്കുന്നതെന്ന് അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്നും ഇവരുടെ റിയാക്ഷൻ എന്നും നമുക്ക് മനസ്സിലാവും. അന്നേരം ഒരാൾ അവിടുന്ന് ഹോട്ട് സൂപ്പും കൊണ്ട് തിരിയുകയാണ്. അറിയാതെ ഇവന്റെ കയ്യിൽ തട്ടിയിട്ട് എല്ലാം കൂടി ഇവന്റെ കയ്യിലേക്ക് വീഴും. കൈ പൊള്ളിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുകയാണ്. കൂളായിട്ട് കാമായിട്ടാണ് എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്നത്. ഇതും കൂടെ കാണുമ്പോൾ സീനിയർ ഷെഫിന് ദേഷ്യം വരും. ഞാൻ നിന്റെ അമ്മയെ വിളിച്ച് പറയണമെന്ന് ചോദിക്കുന്നുണ്ടേ എന്റെ അമ്മ നല്ല സ്ട്രോങ് ലേഡിയാണ്, ഇതൊന്നും കേട്ട അമ്മ പേടിക്കത്തില്ല, അതുകൊണ്ട് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും.
ഒരു ലേഡി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് ചെല്ലും. എത്രയും പെട്ടെന്ന് ജംഗ്ഷനെ കണ്ടുപിടിക്കണം, കുറെ നാളായിട്ട് അവൻ ഒളിവിൽ താമസിക്കുകയാണ്, ഇനി സമയമില്ല എന്ന് പറയും. ഇത് ജംഗ്ഷന്റെ അമ്മയാണ്. ഈ സമയത്ത് ഇവരുടെ ലഗേജിലേക്ക് ഒരു ഫോറിനർ കൊണ്ടുവന്ന് അയാളുടെ ലഗേജ് എല്ലാം കൂടി അറിയാതെ ഇടിക്കും. അങ്ങനെ അതെല്ലാം കൂടി താഴെ പോകും. അയാൾ അതെല്ലാം തിരിച്ച് എടുത്തു വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്നുള്ള രീതിയിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിക്ക് ഈ ഫോറിനർ സംസാരിക്കും. അവരും ആ രീതിക്ക് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് അവർ ചോദിക്കുമ്പോൾ അയാൾ സമ്മതിക്കും. അങ്ങനെ അവർ അയാളുടെ കൂടെ പോവുകയാണ്. യുൻസൂൺ എല്ലാവർക്കും ഉള്ള കോഫിയും വാങ്ങിച്ചിട്ട് ഓഫീസിലേക്ക് വരും. മെയിൻ റൈറ്റർ അവിടെയുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ മദറിലോ വന്നിട്ടുണ്ട്, യുൻസൂണും വേണമെങ്കിൽ വീട്ടിൽ പൊക്കോളൂ, ബാക്കി എല്ലാവരും വീട്ടിലിരുന്ന് സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ട് പോയാൽ മതി എന്ന് പറയും. ഞങ്ങളും പൊക്കോട്ടെ എന്ന് അവർ ചോദിക്കും. കാരണം 2-3 ദിവസം കൊണ്ട് അവർ ആരും വീട്ടിൽ പോയിട്ടില്ല. 3-4 ദിവസത്തിനുള്ളിൽ സ്ക്രിപ്റ്റ് കൊടുക്കണം, ഫൈനലൈസ് ചെയ്ത് കൊടുക്കണം, നിങ്ങൾ വീട്ടിൽ പോയാൽ എങ്ങനെയാണ്, എനിക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് എല്ലാ ജോലിയും ഇവരെ ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകും. സ്വാഭാവികമായും അവർ പോയി കഴിയുന്നുണ്ടെ അസിസ്റ്റൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പറഞ്ഞു തീർക്കും. നമ്മളാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്, ലാസ്റ്റ് ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോകുന്നത് അവരാണ്, എന്തെങ്കിലും സ്വന്തമായിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമോ എന്തോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യുൻസൂൺ ആണെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കും. ഇതേ റെസ്റ്റോറന്റിലെ ജംഗു എന്ന് പറഞ്ഞ ആള് കുറെ നേരം കൊണ്ട് ജൂഹയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജൂഹ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ജംഗു ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പ്രൊഡ്യൂസേഴ്സിനൊക്കെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ജൂഹയെ കാണാനായിട്ട് വന്നേക്കുന്നത്. പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടുന്നത് നല്ല റൈറ്റേഴ്സ് ആണ്. എനിക്ക് പക്ഷേ സ്റ്റാർ റൈറ്റേഴ്സിനെ ഒന്നും അറിയത്തില്ല. ഞാൻ എപ്പോൾ വിളിച്ചാലും വരുന്ന ഒരു റൈറ്റർ ഉണ്ട്, ആ റൈറ്ററിനെ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാമെന്ന് പറയും. നമ്മളുടെ കോളേജിൽ തന്നെ പഠിച്ചതാണ്. അങ്ങനെ നോക്കുമ്പോൾ ജംഗുവിന്റെ ജൂനിയർ ആയിട്ട് വരും. ആള് വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. റൈറ്റർ ആകണം എന്ന ആഗ്രഹം കൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് ജൂഹ ജംഗുവിന്റെ അടുത്ത് പറയും. ജംഗു അത് കേൾക്കുമ്പോൾ ഒട്ടും ഇംപ്രസ്ഡ് ആവത്തില്ല. അങ്ങനെയുള്ള ആളുകൾ റെക്ലെസ് ആണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമാസ് ഒന്നും എഴുതാനായിട്ട് അവരെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെയല്ല, ശരിക്കും അവളെ ഒന്ന് മീറ്റ് ചെയ്യണം, ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചു നോക്കാം, റിപ്ലൈ തരുവാണെങ്കിൽ നാളെ വന്ന് കാണാനായിട്ട് ഞാൻ പറയാമെന്ന് ജൂഹ പറയും. പക്ഷെ ഇവൻ സമ്മതിക്കത്തില്ല. യുൻസു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അനിയത്തിയുടെ മെസ്സേജസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നീ ഇന്നും വീട്ടിലേക്ക് വരുന്നില്ലേ, കൺവീനിയൻസ് സ്റ്റോറിൽ കയറണം, അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട ലിസ്റ്റ് അയച്ചു കൊടുക്കും. അവൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ മൈൻഡ് ചെയ്യാതിരിക്കും. അന്നേരമാണ് ജൂഹയുടെ മെസ്സേജ് വരുന്നത്. നാളെ എന്നെ മീറ്റ് ചെയ്യണം, ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ മെസ്സേജ് അയക്കുന്നത്. റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോൾ ഇവളൊരു ഇമോജിയാണ് അയച്ചു കൊടുക്കുന്നത്. അത് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അവനത് ജംഗുവിനെ കാണിക്കും. ഈ റിപ്ലൈ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ കുട്ടിയെ മീറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു, ഞാൻ നാളെ മീറ്റ് ചെയ്യാൻ വരാമെന്ന് ജംഗു സമ്മതിക്കും. മെയിൻ ഷെഫിന് ജംഗ്ഷനെ വലിയ കാര്യമാണ്. ഞാൻ വഴിയാണ് നിനക്ക് ഇവിടെ പ്ലേസ്മെന്റ് കിട്ടിയതെന്ന് അറിയുന്നത് കൊണ്ടായിരിക്കും അവർക്ക് അത്രയും ദേഷ്യം. നീ കുറച്ചും കൂടി അപ്രോച്ചബിൾ ആവണം, അതാകുമ്പോൾ അവർക്കൊന്നും നിന്നോട് സംസാരിക്കാനായിട്ട് ഇത്രയും ദേഷ്യമൊന്നും തോന്നത്തില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് ഫ്രണ്ട്സിന്റെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ജോലി പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവൻ പറയും. നീ സ്വന്തമായിട്ട് ഒരു ഡിഷ് ഡെവലപ്പ് ചെയ്തോളൂ, അത് സ്പെഷ്യൽ മെനു ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിക്കോളാം എന്ന് മെയിൻ ഷെഫ് പറയുന്നത് കേൾക്കുമ്പോൾ ജംഗ്ഷന് സന്തോഷവും. ജംഗ്ഷൻ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ ഇരിക്കുന്ന ഒരു സ്ട്രേ ക്യാറ്റിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതേ സമയത്താണ് യുൻസൂൺ സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് അതുവഴി വരുന്നത്. അവളുടെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് കവറിൽ നിന്ന് താഴേക്ക് പോകുന്നുണ്ട്. അവൾ അതെടുത്ത് തിരിച്ച് കവറിൽ ഇടുന്നുണ്ട്. ഇതൊക്കെ ജംഗ്ഷൻ കാണുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം അറിയത്തില്ല, അവരെ പരസ്പരം പാസ് ചെയ്ത് പോകും. യുൻസൂണിന്റെ അനിയത്തി ഒരു ടീച്ചറാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്. ലിവിംഗ് എക്സ്പെൻസസും വാടകയും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവരെ ഒന്നിച്ച് താമസിക്കുന്നത്. പക്ഷെ ആ കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്ത് അസിസ്റ്റന്റ് റൈറ്റർ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വലുതായിട്ടൊന്നും സാലറി ഒന്നും കിട്ടുന്നില്ല. മറ്റേത് നല്ലൊരു കമ്പനി ആയിരുന്നു, ഇതിപ്പോൾ ഇവള് വെറും ഒരു അസിസ്റ്റന്റ് റൈറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 4-5 മാസമായിട്ട് വാടകയുടെ ഒന്നും പകുതി കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആ റീസണും പറഞ്ഞ എല്ലാ ജോലിയും അനിയത്തി ഇവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. എനിക്കിപ്പോ നിന്നെ കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ തന്നെ നാണക്കേടാണെന്ന് അനിയത്തി പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും യുൻസൂൺ മറുപടി കൊടുക്കുന്നില്ല. നിനക്ക് നന്നായിട്ട് കള്ളം പറയാൻ പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെയാണ് നീ ഡ്രാമയൊക്കെ എഴുതാനായിട്ട് പോകുന്നത്? നല്ലൊരു കമ്പനിയിൽ ഉണ്ടായിരുന്ന ജോലി വെറുതെ കളഞ്ഞു, ഇപ്പോ അസിസ്റ്റന്റ് റൈറ്റർ ആയിട്ടല്ലേ നീ ഇരിക്കുന്നത്? സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതാനായിട്ട് നിനക്ക് പറ്റുമോ? ഇനിയും സമയമുണ്ട്, വേണമെങ്കിൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാം, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. അച്ഛനും അമ്മയൊക്കെ നിന്നെ കണ്ടുപിടിക്കാനാണ് എന്നോട് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ അവരെന്ത് പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തി ഇവളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അനിയത്തി ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അതുകൊണ്ട് അവൾ സെൻസിറ്റീവ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, തിരിച്ച് പ്രതികരിക്കേണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് യൂൺസൂൺ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ഹോങ്ങയും ഫ്രണ്ടായ മൂജൂണും കൂടി റണ്ണിംഗ് ക്ലബിന്റെ പരിപാടിക്ക് പോവുകയാണ്. നമുക്ക് യുൺസൂണിനെ വിളിക്കണ്ടേന്ന് മൂജൂൺ ചോദിക്കുന്നുണ്ട്. അവൾ വന്നോളാം എന്നാണ് പറഞ്ഞതെന്ന് ഹോങ്ങ മറുപടി പറയും. ഞാൻ ഇന്ന് ജംഗ്ഷന്റെ റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടായിരുന്നു, അവനും എത്തും, ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കാറുണ്ടെന്ന് ഹോങ്ങ പറയുന്നുണ്ട്. അങ്ങനെയല്ല, അവന് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യാറുള്ളൂ, അല്ലാതെ നീ പറയുന്നത് അനുസരിക്കുന്നതല്ല എന്ന് മൂജൂൺ തിരുത്തി കൊടുക്കും.
മെമ്പേഴ്സ് എല്ലാം ഒത്തുകൂട്ടിയിട്ടുണ്ട്. അവരെല്ലാം വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുൻസൂൺ നോക്കുന്നുണ്ടേ അടുത്ത് നിൽക്കുന്ന ആൺകുട്ടിയുടെ കയ്യിലൊരു കെട്ടുണ്ട്, അവന്റെ കയ്യിൽ മുറിവുണ്ട്, എന്തോ ടാറ്റു പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവനൊരു ഗ്യാങ്സ്റ്റർ ആണോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും. അത് ജംഗ്ഷൻ ആയിരുന്നു. ഇവള് ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ എന്നെ പരിചയമുണ്ടോ എന്ന് അവൻ ചോദിക്കും. ഇല്ലാന്ന് ഇവള് പറയും. അല്ല, കുറെ നേരമായിട്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അവള് അപ്പോളജൈസ് ചെയ്യും. അന്നേരത്തേക്ക് അവിടേക്കോ ഹോങ്ങയും വൂജൂണും വരും. അവരുടെ മ്യൂച്വൽ ഫ്രണ്ടാണ് ജംഗ്സൺ. യുൻസൂണിനെയും ജംഗ്സണിനെയും അവർ പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കും. നിങ്ങൾക്ക് പരസ്പരം അറിയാം, നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിക് നെയിംസ് പറയുന്നതുകൊണ്ടാണ് രണ്ടുപേരും തിരിച്ചറിയുന്നത്. അപ്പൊ മെമ്പേഴ്സിനെല്ലാം എല്ലാവരും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം, തിരിച്ചെവിടെ വരണം എന്നെല്ലാം പറയും. ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് വേണം പോകാനെന്നും പറയും. അങ്ങനെ ഇവര് ഓടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ തന്നെ യുൻസൂൺ തളരും. അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും ബാക്കി എല്ലാവരും അവളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജംഗ്സൺ ആണ് അവളുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ പകുതി വെച്ചിട്ട് കളഞ്ഞിട്ട് പോരുന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അത് പകുതി വെച്ച് ഉപേക്ഷിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് അതിലൊന്നും നാണക്കേടില്ല എന്നാണ് അവൾ മറുപടി പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ കൂടെ ഓടി എത്തുവാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബിയർ കുടിക്കാൻ പോകാമെന്ന് വൂജൂൺ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കിനും അവൾ സമ്മതിക്കും. അങ്ങനെ ഓടി കുറച്ചു ദൂരം ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ പഴയ മോഡലിലുള്ള ഒരു വീട് കാണും. ആ സിറ്റിയുടെ നടുക്ക് അങ്ങനെ ഒരു സംഭവം അവൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അതിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കും. എല്ലാരും കുറെ ദൂരം ഓടി തിരിഞ്ഞു നോക്കുമ്പോൾ യുൻസൂണിനെ കാണാനില്ല. അവളെ കാണാനില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് വൂജൂൺ പറയുന്നുണ്ടേ. വേണ്ട, ലാസ്റ്റ് കണ്ടത് എവിടെയാണെന്ന് എനിക്കറിയാം, ഞാൻ പോയി നോക്കിയിട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ജംഗ്സൺ യുൻസൂണിനെ അന്വേഷിച്ച് തിരിച്ചു പോകും.